ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു കലാവിരുന്ന് തന്നെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും വീണ്ടും നേർന്നുകൊണ്ട് ഞാൻ പരിപാടികൾ തുടങ്ങട്ടെ. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ MC രണ്ട് വ്യക്തികളാണ്, ജസ്റ്റിൻ ആൻഡ് ഹലോ, നമസ്കാരം. ഇന്നെങ്കിലും നിങ്ങളുടെ സമയത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ ഓണമായിട്ട് മാവേലി പോലെ ഒന്നാവില്ല. പ്രസിഡന്റ് ഞാൻ വന്നില്ല. ഇപ്പോ നിങ്ങൾ വന്നു. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഞാൻ ക്രിസ്മസ് പരിപാടിക്ക് മന്ത്രിയെ കൊണ്ടുവരാൻ പറഞ്ഞു. മന്ത്രിയെ കൊണ്ടുവരുന്നതിന്റെ കൂടുതൽ തന്നെ കുറച്ച് വലിയ വാഴ കൊണ്ടുവരാൻ പറഞ്ഞു. അവസാനം നിങ്ങൾ കൊണ്ടുവന്നില്ലോ. വാഴ ഉടച്ച വാഴ കൊണ്ടുവരാൻ പറഞ്ഞു. തയ്യാണോ കൊണ്ടുവരുന്നത്? എന്റെ പ്രസിഡന്റ് നമ്മുടെ അസോസിയേഷൻ ഒന്നാമതേ പൈസ എല്ലാം നഷ്ടത്തില്ല. ഈ മന്ത്രിമാർ ഇവിടെ വരുന്ന മന്ത്രി എന്നല്ല പറഞ്ഞു, ഇവനൊക്കെ എന്തെങ്കിലും പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ വാൾമാർട്ട് വെച്ച് 10 വാഴത്തൈ ഡിസ്കൗണ്ടിൽ മേടിച്ചതാ. ഇത് അവിടെ വെച്ച് വളർന്ന് 15 വിൽക്കുന്നു മന്ത്രിമാർ കുറച്ച് സമയം. ഈ വാഴത്തൈ മേടിച്ചതിന്റെ പൈസ ഇന്നേ വരെ നമ്മുടെ കമ്മിറ്റിയിലായിരുന്നു പൈസ തരുന്നത്. ഞാൻ പലപ്പോഴും ആരും ഇവരെ പൈസ തന്നില്ല. അത് നിങ്ങൾ പ്രശ്നം തന്നെ ചോദിക്കുന്നത്. അതെ, ബെസ്റ്റ്. പുള്ളിക്കാരൻ ആരുടെ നിങ്ങളുള്ളതുകൊണ്ട് പുള്ളിയുടെ വിചാരം പുള്ളി ഒരു സുരേഷ് ഗോപിയാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, മാഷെ മനു ആ വാഴത്തയുടെ പൈസ തന്ന ഞാൻ ജീവിച്ചു കൊടുക്കണം. അല്ലോ പുള്ളിക്കാരൻ പറയാം, ഓർമ്മയുണ്ടോ ഈ മോഹം? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ കണ്ടതല്ലേ. അന്നേരം പഴയത് പുള്ളി സുരേഷ് ഗോപി സ്റ്റൈലിൽ എട്ടെന്നെ വെട്ടിക്കുക. മനസ്സിലായോ? വൈസ് പ്രസിഡന്റ് ലഭിച്ചാണ് ഈ ഡബ്ല്യുഎമ്മെ കണ്ടുപിടിച്ചത് പുള്ളിയാണ്. പുള്ളിയുടെ വിചാരം പുള്ളി ഒരുമാതിരി നരേന്ദ്രപ്രസാദ് സ്റ്റൈലില്ല. ഞാൻ ചോദിച്ചു, ലഭിച്ചായ ആ വാഴത്തയുടെ പൈസ എന്നാ കൊള്ളാൻ. ഉടനെ ലഭിച്ചായ പറഞ്ഞു, 16 കൊല്ലം മുമ്പ് ഈ അസോസിയേഷൻ കണ്ടുപിടിച്ച എന്നോട് തന്നെ നീ ചോദിക്കണോണ്ട് പൈസ എന്നാ പുള്ളി പറഞ്ഞു. എനിക്ക് പിന്നെ നിനക്ക് ഇവിടുത്തെ വ്യവസായ പ്രമുഖനായ സാബുചേട്ടനോട് ചോദിച്ചു. സാബുചാനാണ് നമ്മുടെ സാബുക്കുട്ടോട്. ഈ വിൻസെന്റ് ആണ് ഇത്രയും ഡീസന്റ് ഒരാളോട് നോ എന്ന് പറയാൻ കഴിവുള്ളത് ഒറ്റ ഒരു വ്യക്തിയോടു. ഞാൻ സാബുചാനോട് ചോദിച്ചപ്പോ പുള്ളി ഒരുമാതിരി ബാലചന്ദ്രനോ സ്റ്റൈലായിരുന്നു സംസാരിച്ചത്. കുട്ട, ഈ വാഴത്തയ്യൊക്കെ മേടിക്കുമ്പോ അച്ഛനോട് പറഞ്ഞിട്ട് മേടിക്കണ്ടേ? ഇല്ല, ഗുളയായിരുന്നെങ്കിൽ ഞാൻ ഫാർമസി എടുത്തു ഉണ്ടപ്പോ എന്ന് ഡീസന്റായിട്ട് പുള്ളിയില്ല. എന്നിട്ടിപ്പോ ഞാൻ ഓർത്തു പുള്ളിയുടെ ആദ്യം തോമസ് കുട്ടി വിളിക്കണം. തോമസ് കുട്ടി ഞാൻ വിളിച്ചു. തോമസ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഞാൻ ആ ഡയലോഗിന്റെ ഇടയ്ക്ക് പറഞ്ഞു, അറിയാ തോമസ് കുട്ടി വാഴത്തേക്കുന്നു. ഉടനെ തോമസ് കുട്ടി പറഞ്ഞു, കമ്പിളി പുറപ്പേ കമ്പിളി പുറപ്പേ കമ്പിളി പുറപ്പേ. ഒന്നും കേൾക്കാൻ അവസ്ഥ. അന്നേരം ഞാൻ നെറ്റ്വർക്ക് പ്രശ്നം വന്നതിൽ ഞാൻ പിന്നെയും വിളിച്ചു. അന്നേരം ഡോക്ടറെ ലിജിത പോകണം. ലിജിത പോണത്തവൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, 3 ആഴ്ച കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പോട്ടെ നമ്മുടെ പ്രസിഡന്റിനെ വിളിക്കാം. തന്റെ ഭാര്യ പോണത് പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇരുന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, 4 ആഴ്ച കഴിഞ്ഞ് വിളിക്കുക. ചുരുക്കം പറഞ്ഞാൽ പൈസ കിട്ടുന്ന മട്ടൊന്നും കാണാൻ പൈസ കിട്ടിയില്ല. ഇതാണ് പ്രശ്നം. എങ്ങനെ നല്ല കാര്യം ചെയ്തു? പ്രസിഡന്റ് പറ, നിങ്ങളുടെ പൈസയൊക്കെ തരാൻ. ഓക്കെ, പരിപാടി തുടങ്ങിയാൽ പരിപാടി തുടങ്ങാം. നമ്മുടെ കോ ഹോസ്റ്റ് ആയിട്ടുള്ള മരിയ ജോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം, കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. നിങ്ങളായിട്ട് അതിനിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടോ.
ഓ എന്റെ വൊക്കാബുലറി ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, അതിപ്പോ നമുക്ക് മരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. എന്നാ ശരി പ്രസിഡന്റ്, ഞാൻ തുടങ്ങിക്കോളാം. പുള്ളിക്കാരത്തിന് എപ്പോഴാണ് വരുന്നത് അറിയില്ല. അത് ശരി, അങ്ങനെ മലയാളി സുഹൃത്തുക്കളെ, ബെൻസൺ മലയാളി അസോസിയേഷന്റെ 16ാമത്തെ ഓണസദ്യയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചു. Excuse me, sir. Do you know where the Optimist Center is? ഇംഗ്ലീഷ് ലിവിനാണ് ഭൂമി. Hello? Do you know where the Optimist Center is? Huh? The Optimist Center. ഞാൻ